നമ്മുടെ എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരം ലഭിക്കുമോ? എല്ലാ കാര്യങ്ങളെയും ഇങ്ങനെ ചോദ്യം ചെയ്യേണ്ടതുണ്ടോ? മനുഷ്യന്റെ ആദ്യ ചരിത്രം പറയുന്ന വിശുദ്ധ ഖുർആനിൽ മനുഷ്യനെ സൃഷ്ടിക്കാനുള്ള തീരുമാനം ഉണ്ടായപ്പോൾ തന്നെ ഉയർന്ന ആദ്യത്തെ ചോദ്യത്തെക്കുറിച്ചും പറയുന്നുണ്ട്. മലക്കുകൾ അള്ളാഹുവോട് ചോദിച്ച ചോദ്യമാണത്. എന്തിനാണ് മനുഷ്യനെ സൃഷ്ടിക്കുന്നത്? നിന്നെ പ്രാർത്ഥിക്കാനും പ്രകീർത്തിക്കാനും എല്ലാം ഞങ്ങളില്ലേ, പിന്നെ എന്തിനാണ് മനുഷ്യൻ? അപ്പോൾ അള്ളാഹു അതിന് നൽകിയൊരു മറുപടിയുണ്ട്. ഇന്നി ആലമു മാലാ താലമോൻ, നിങ്ങൾക്കറിയാത്തത് എനിക്കറിയാമെന്ന്. എന്നിട്ട് മനുഷ്യനെ സൃഷ്ടിച്ച് മനുഷ്യന് അറിവുകൾ നൽകി അള്ളാഹുവിന്റെ അറിവ് എത്ര വിശാലമാണെന്ന് മലക്കുകളെ ബോധ്യപ്പെടുത്തുന്നുണ്ട്. എന്നിട്ട് മലക്കുകളോട് ആദമിനെ ആദരിക്കാനായി സുജൂദ് ചെയ്യാൻ പറയുന്നുണ്ട്. മലക്കുകൾ തിരിച്ചു ചോദ്യവും ചോദിക്കാതെ ആ കൽപ്പനയെ അംഗീകരിക്കുകയാണ് ചെയ്യുന്നത്. എന്നാൽ ഇതേ കൽപ്പന ശൈത്വാനോട്, ഇബിലീസിനോട് പറഞ്ഞപ്പോൾ അവൻ അത് ചെയ്യാൻ തയ്യാറാകുന്നില്ല. അവൻ അതിനെതിരെ ചില ചോദ്യങ്ങൾ ഉന്നയിക്കുന്നുണ്ട്. ഞാൻ എന്തിനു ചെയ്യണം? ഞാൻ അവനേക്കാൾ മികച്ചവനാണ്. എന്നെ മണ്ണിൽ നിന്നല്ല സൃഷ്ടിച്ചത്, തീയിൽ നിന്നാണ്. അതുകൊണ്ട് ഞാൻ മികച്ചവനാണ്. അതായത് ഇബിലീസ് സ്വയം കണ്ടെത്തിയ കുറെ ന്യായീകരണങ്ങൾ, ലോജിക്കൽ ആർഗ്യുമെന്റുകൾ അവൻ നടത്തുകയാണ്. എന്നിട്ട് അവൻ അതിന് തയ്യാറാകുന്നില്ല. എന്നിട്ട് ആദ്യ മനുഷ്യരായ ആദമിനെയും ഹവ്വയെയും സ്വർഗത്തിൽ പ്രവേശിപ്പിക്കുന്നുണ്ട് അള്ളാഹു. എന്നിട്ട് അവർക്കൊരു നിർദ്ദേശവും നൽകുന്നു. എല്ലാം കഴിക്കാം, സ്വർഗത്തിലുള്ള എല്ലാം ഉപയോഗിക്കാം, പക്ഷെ ഒരു വൃക്ഷത്തിൽ നിന്ന് മാത്രം, ഒരു മരത്തിൽ നിന്ന് മാത്രം ഭക്ഷിക്കരുത്. അതായത് എല്ലാം ഹലാലാക്കി, എണ്ണപ്പെട്ട ഒന്ന് അത് മാത്രം ഹറാമാക്കി, അതിൽ നിന്ന് മാത്രം നിങ്ങൾ ഭക്ഷിക്കരുത് എന്ന് പറഞ്ഞു. അപ്പോൾ ആദം നബി തിരിച്ചു ചോദിക്കുന്നില്ല എന്തുകൊണ്ട് അതിൽ നിന്ന് ഭക്ഷിച്ചുകൂടാ എന്ന് ചോദിക്കുന്നില്ല. എല്ലാം അനുവദനീയമാക്കുകയും ഹലാലാക്കുകയും ചിലതിനെ മാത്രം, എണ്ണപ്പെട്ട ചിലതിനെ ഹറാമാക്കുകയും ചെയ്തു എന്ന മതനിയമം പോലെ. നേരത്തെ മലക്കുകൾക്കും ഇബിലീസിനൊക്കെ നൽകിയ കൽപ്പന പോലെ മനുഷ്യന് ലഭിച്ചൊരു കൽപ്പന. പക്ഷെ ആദം നബിയും ഭാര്യയും ആ മരത്തിൽ നിന്ന് ഭക്ഷിക്കുന്നു. പിശാചി അതിനവരെ പ്രേരിപ്പിക്കുന്നു. വിലക്കപ്പെട്ട മരത്തിൽ നിന്ന് ഭക്ഷിക്കാൻ ഇബിലീസ് എങ്ങനെയാണ് പ്രേരിപ്പിച്ചതെന്ന് ഖുർആൻ പറയുന്നുണ്ട്. അള്ളാഹു എന്തുകൊണ്ട് ആ വൃക്ഷം വിലക്കി എന്നതിന് ചില ഫേക്കായ ആൻസറുകൾ കണ്ടെത്തി അത് ആദമിനെ ഇബിലീസ് പഠിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ആ മരത്തെ അനശ്വരതയുടെ മരമായി വിശേഷിപ്പിക്കുകയും അതിൽ നിന്ന് ഭക്ഷിക്കുക വഴി തകരാത്ത രാജാധികാരം ലഭിക്കുമെന്നുമൊക്കെ അവൻ ആദമിനെയും ഭാര്യയെയും പറഞ്ഞു പറ്റിക്കുന്നു. അങ്ങനെ അവർ അതിൽ നിന്ന് ഭക്ഷിക്കുന്നു. അങ്ങനെ അവർ സ്വർഗത്തിൽ നിന്ന് പുറത്തായി. പറഞ്ഞു വന്നത് മതകാര്യങ്ങളിൽ ചോദിക്കുന്ന ചോദ്യങ്ങളെ കുറിച്ചാണ്. ചോദ്യങ്ങൾ ചോദിച്ച് കാര്യങ്ങൾ പഠിക്കാൻ ഇസ്ലാം പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. കാര്യങ്ങൾ അന്വേഷിച്ചറിയാൻ പറയുന്നുണ്ട്. പക്ഷെ എല്ലാ ചോദ്യങ്ങൾക്കും നമ്മൾ ആഗ്രഹിക്കുന്ന പോലത്തെ ഉത്തരം ലഭിക്കണമെന്നില്ല. വിശ്വാസപരമായ കാര്യങ്ങൾ പ്രത്യേകിച്ചും. സൽബുദ്ധിയുള്ള ആളുകളെ കുറിച്ച് വിശുദ്ധ ഖുർആൻ 3-ാം അധ്യായത്തിന്റെ 190-ാം വചനം മുതൽ പഠിപ്പിക്കുന്നുണ്ട്. ആകാശങ്ങളുടെയും ഭൂമിയുടെയും സൃഷ്ടിപ്പിലും രാപകലുകൾ മാറി മാറി വരുന്നതിലും അത്തരം ആളുകൾക്ക് ദൃഷ്ടാന്തമുണ്ടെന്ന് പറയുന്നുണ്ട്. എന്നിട്ട് ആ സൽബുദ്ധിയുള്ള ആളുകളുടെ ചില പ്രത്യേകതകൾ കൂടി അവിടെ ഖുർആൻ പറഞ്ഞു തരുന്നുണ്ട്. അവർ അള്ളാഹുവെ ആരാധിക്കുന്നവരും അവരെ പ്രകീർത്തിക്കുന്നവരും ഒക്കെയാണ് എന്ന് പറയുന്നുണ്ട്. എന്നിട്ട് അവരുടെ പ്രാർത്ഥനയിൽ ഒരു ഭാഗമുണ്ട്. അതിങ്ങനെയാണ്: ഞങ്ങളുടെ റബ്ബേ, സത്യവിശ്വാസത്തിലേക്ക് ക്ഷണിക്കുന്ന ഒരു പ്രബോധകൻ നിങ്ങൾ നിങ്ങളുടെ രക്ഷിതാവിൽ വിശ്വസിക്കുവിൻ എന്ന് പറയുന്നത് കേട്ടപ്പോൾ ഞങ്ങൾ അത് കേട്ടു എന്ന്, അങ്ങനെ ഞങ്ങൾ വിശ്വസിച്ചിരിക്കുന്നു എന്ന്. വിശ്വാസം ഇങ്ങനെയാണ്.